സിന്ദാബാദ്, PSTU സിന്ദാബാദ്. സ്കൂൾ മാനേജർ ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. സ്കൂൾ മാനേജർ ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. PSTU സിന്ദാബാദ്, PSTU സിന്ദാബാദ്, PSTU സിന്ദാബാദ്. ഞാൻ അങ്ങോട്ട് സമീപിച്ചല്ലോ, എന്നെ സഹായിക്കാൻ സംഘടനക്കാർ ഇങ്ങോട്ട് വന്നു. ഇത് വേണ്ടിയിരുന്നു. നിയമപ്രകാരം മറ്റാരും ചേർക്കാൻ പറ്റില്ല എന്ന് മാഷ് പറഞ്ഞല്ലോ. ആ സ്ഥിതിക്ക് പക്ഷെ മാനേജർ നിയമനം നടത്തുന്നില്ലല്ലോ. സംഘടനക്കാർ ഇടപെട്ടു എന്നറിയുമ്പോ സംഗതിയുടെ സ്പീഡൊന്ന് കൂടുകയെ. എന്ത് സംഘടന? ഇതിനൊക്കെ പൈസ എത്ര ചെലവാവും? ഏയ് അങ്ങനെയൊന്നുമില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ സംഘടനയിൽ ചേർന്നാ മതി. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. പക്ഷെ മാഷെ, കരടിയെ പേടിച്ച് പുലിമലയെ ചെന്ന് കയറിയ പോലെ ആവരുത്. ഇവറ്റകളൊക്കെ ഞാൻ കുറെ നാളുകൊണ്ട് കാണുന്നതാ. നമുക്ക് പിന്നെ സംസാരിക്കാം. ജാഥ എങ്ങ് എത്തിയേ. സ്കൂൾ മാനേജർ നീതി പാലിക്കുക. സ്കൂൾ മാനേജർ നീതി പാലിക്കുക. മൂരാറ്റി ശങ്കുണ്ണി നായർ 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 നീതി പാലിക്കുക. PSTU സിന്ദാബാദ്, PSTU സിന്ദാബാദ്, PSTU സിന്ദാബാദ്, PSTU സിന്ദാബാദ്. മൂരാറ്റി ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. മൂരാറ്റി ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. കോഴ വാങ്ങിയ സ്കൂൾ മാനേജറെ അറസ്റ്റ് ചെയ്യുക. കോഴ വാങ്ങിയ സത്യസന്ധനാണെങ്കിൽ മുറിക്കറി ഒളിക്കുന്നത് എന്തിനാ? മോനേജർ അനീതി ചെയ്തിട്ടില്ല, ഒന്നും കിട്ടിയെന്ന് പറയരുതോ? യവന്മാർക്കൊന്നും വേറെ പണിയില്ലല്ലോ. ദിവസം കൂലിക്ക് ഇതുപോലെ 10 ജാഥ ഞാൻ സംഘടിപ്പിക്കാം. ഒന്നിയാ ഉറപ്പിച്ചു, എന്റെ കൊക്കിന് ജീവനുണ്ട്. ഇവനെ ഞാൻ സ്കൂളിന്റെ പടി കേട്ടില്ല. ഒരു ജാഥക്കാരൻ മാറി. തത്വാധിഷ്ഠിതമായ ഒരു നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അധ്യാപകന്റെ ഗവേഷണത്തിൽ കേട്ടു. ഉടൻ തന്നെ ഞങ്ങൾ ജാഥ നടത്തി. അടുത്തത് മീറ്റിംഗ് ആണ്. പിന്നെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം. അത് കഴിഞ്ഞ് ആലോചിച്ചിട്ടില്ല. ആലോചിക്കണം. മൂല്യാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ശങ്കുണ്ണി നായർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഈ ഗോകുലകൃഷ്ണൻ മാഷ് മുൻപ് ആ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് വെറുമൊരു തൊഴിൽ പരിചയത്തിന് വേണ്ടി മാത്രമാണ്. അയാൾക്ക് അവിടെ ക്ലെയിം ഇല്ല. ഞങ്ങളുടെ കർമ്മപരിപാടിയിലൂടെ ആ സത്യം ഞങ്ങൾ തിരഞ്ഞെടുക്കും. അപ്പൊ എന്റെ സത്യം ആര് തിരഞ്ഞെടുക്കും? ഞങ്ങളുടെ അജണ്ടയിൽ ഇപ്പൊ നിങ്ങളില്ല. നിങ്ങളുടെ ഈ അജണ്ട ഇപ്പൊ എവിടെ ഉണ്ട്? അജണ്ട എന്ന് പറഞ്ഞാൽ അജണ്ടയൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അധ്യാപകനാണോ വലുത്, അധ്യാപക സംഘടനയാണോ വലുത്? കുറെ അധ്യാപകർ ചേർന്നിട്ടുള്ളതാണല്ലോ ഒരു അധ്യാപക സംഘടന. എനിക്ക് നേർക്ക് നേരെയുള്ള ഉത്തരം വേണം. തത്വാധിഷ്ഠിതമായ തത്വാധിഷ്ഠിതം വിടൂ. ഒരു അധ്യാപകൻ, ഒരു സംഘടന, ഏതാണ് വലുത്? അത് സംഘടനയാണെന്ന് പറയാം. ആണല്ലോ. എന്നാൽ നിങ്ങൾ ഗോകുലകൃഷ്ണൻ എന്നൊരു അധ്യാപകനെ സഹായിക്കാൻ പുറപ്പെടുന്നു. എന്നാൽ ഞാനോ നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. മനസ്സിലായില്ല. സാമ്പത്തികമായ അടിത്തറയില്ലാതെ ഒരു സംഘടനയ്ക്കും പിടിച്ചു നിൽക്കാനാവില്ല. സംഘടനയുടെ മുമ്പിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന 2 അധ്യാപകർ ഒരേ തട്ടിൽ. അതിൽ ഞാനെന്ന് പറയുന്ന അധ്യാപകന് സംഘടനയെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റും. അവന്റെ കയ്യിൽ ഒരു പിണ്ണാക്കൂല്ല. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? മൂല്യാധിഷ്ഠിതമായി. ഈ മൂല്യാധിഷ്ഠിതവും തത്വാധിഷ്ഠിതവും ഒക്കെ മതിയാക്കൂ. 25,000 രൂപ ഞാൻ തരും. എന്നെ സഹായിക്കാനല്ല, ഗോകുലകൃഷ്ണനെ സഹായിക്കാതിരിക്കാൻ. എന്ത് പറയുന്നു? എനിക്ക് ആ പണത്തിന് രസീതൊന്നും വേണ്ട. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് അത് വീതിച്ചെടുക്കാം. PSTU എന്ന് പറയുന്നത് എനിക്കറിയാം. വെറുതെ ഇരിക്കാനാണ് ഈ പണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തത്വാധിഷ്ഠിതമായ നിലപാടെടുക്കൂ. ഞാൻ സാമ്പത്തികാധിഷ്ഠിത നിലപാടുമായി പിന്നെ വരാം. മിസ്റ്റർ ഗോകുലകൃഷ്ണൻ മാഷ്? അതെ, ഞാൻ ശങ്കരനാരായണ മാഷ്. വരൂ മാഷേ. ആ ശങ്കരനാരായണൻ? അതെ അതെ, അയാളുടെ ഗ്രീവൻസസ് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. പുതിയ അജണ്ട അനുസരിച്ച് തത്വാധിഷ്ഠിതമായ നിലപാടെടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. അതെന്താണ് പുതിയ അജണ്ട? പഴയ അജണ്ട മാറുമ്പോഴാണല്ലോ പുതിയ അജണ്ട ഉണ്ടാവുന്നത്. മാഷേ, ഒരു സംഘടനയുടെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഒരു അധ്യാപനും മറ്റൊരു അധ്യാപനും തുല്യരാണ്. ഒരാൾക്കും ഒരു സ്കൂളിൽ സീറ്റ് കൊടുക്കാൻ ഒരു സംഘടനയ്ക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജോലിക്ക് തുരങ്കം വയ്ക്കാൻ PSTUവിന് ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ കഴിവുകൾ ഉപയോഗിച്ച് ജോലി നേടിയെടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഏത് ആവശ്യം ഞങ്ങൾ പുറകെ കാണും.
അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞത്. ആദ്യം ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റി, ഇപ്പൊ ഞങ്ങളത് തിരുത്തുകയാണ്. അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം? അത് തികച്ചും സ്വാർത്ഥികമായ ചോദ്യമാണ്. ആർക്കും മറുപടി പറയാൻ പറ്റാത്തൊരു ചോദ്യം. ജോലി ഉള്ളവൻ ചോദിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ജോലി ഇല്ലാത്തവൻ ചോദിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ദാരിദ്ര്യക്ക് താഴെയുള്ള പട്ടിണിക്കാരെ ലക്ഷോപലക്ഷം ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് ഒരു സർക്കാരും ഒരു സംഘടനയ്ക്കും അതിന് മറുപടി പറയാൻ കഴിയില്ല. ചോദ്യം ചോദിക്കുന്ന ആൾ തന്നെ അതിന് ഉത്തരം കണ്ടുപിടിക്കുന്നതായിരിക്കും ഉത്തമം. എന്താടോ, എവിടെ എത്തി എന്റെ ജാതി മുദ്രാവാക്യൊക്കെ? എന്ത് പറ്റി? തന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഗഫൂർക്ക പറഞ്ഞതാ നേര്. ഏ സംഘടനക്കാർ എന്നെ കൈയൊഴിഞ്ഞു. ജോലി നേടിയെടുക്കാൻ കെൽപ്പില്ലാത്ത എന്നെ അവർക്കെന്തിനാ? എന്തുണ്ടായി? ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോ ആ കുറുവാഞ്ചേരിലെ മാഷിനെ അവിടെ കണ്ടു. സംഘടനക്കാർക്ക് പലതുമാണ് വാഗ്ദാനം ചെയ്തു കാണും. ഞാനിനി ജോലിക്ക് ശ്രമിക്കണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. അതിനാ എരപ്പാളികളല്ലല്ലോ മാസ്റ്റർ ജോലിക്ക് വെക്കണ്ടേ? പക്ഷെ അതെന്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു. അതും പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ല. ഛേ, നമ്മൾ ആണുങ്ങളല്ലേ മാഷേ, തളർന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അടിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ? മാഷേ വരി, പാല് ചൂടാക്കി നല്ലൊരു ചായ കുടിച്ചിട്ട് പോവാ. ഇപ്പൊ ഒന്നും വേണ്ട ഗഫൂർ. താഴെ ചോദിച്ചപ്പോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ വിശേഷിച്ച്? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറുമെന്ന് കരുതാൻ ന്യായമില്ല. എനിക്ക് എന്റെ രീതി, നിങ്ങൾക്ക് നിങ്ങളുടെ രീതി. അങ്ങനെ ചിന്തിച്ചപ്പോ അതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത് ശരിയായില്ലെന്ന് എനിക്ക് തോന്നി. എന്റെ തലവരെ ശരിയല്ലാത്തതിന് ഞാനിപ്പോ മറ്റുള്ളവരെ പഴിക്കാറില്ല. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? മനസ്സിലായില്ല. ഈ കുട്ടിയുടെ അച്ഛൻ വിചാരിച്ചാ നിങ്ങക്ക് ജോലി കിട്ടോ? മറ്റാരെങ്കിലും ആ പോസ്റ്റിൽ ചേർത്താൽ അപ്രൂവ് ചെയ്യില്ല എന്ന് മാനേജരോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടാവണമല്ലോ. സ്കൂളിൽ കാണും. അക്യൂറ്റൻസ് റോള് കിട്ടിയാ പോരെ? അതൊന്നും എനിക്കറിയില്ല. പേപ്പേഴ്സ് അച്ഛനെ കാണിക്കൂ, ബാക്കി ഞാൻ സംസാരിച്ചോളാം. കാണിക്കാം, തീർച്ചയായിട്ടും കാണിക്കാം. ഓ, ഇത് വലിയൊരു ആശ്വാസമായി. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് വേണ്ട, കുറച്ചു മതി. വാ. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ഏതാ പെൺകുട്ടികള്? അതിലൊന്ന് നമ്മുടെ എയോടെ മോളാ. ആ, എനിക്ക് ക്ലെയിമുള്ള കാര്യം എയോട് പറയാൻ ഞാൻ വീട്ടിൽ പോയിരുന്നല്ലോ. ആ. അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാ. എന്നിട്ട് എന്നെ സ്കൂളിൽ ചേർക്കാന്ന് പറഞ്ഞോ? അങ്ങനെ ചേർക്കാൻ എയോയ്ക്ക് അധികാരമില്ല. ആ, ആ കുട്ടി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാൻ മുമ്പ് ഇവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ എയോയെ കാണിക്കുക. ആ. അപ്പൊ എയോ സ്കൂൾ മാനേജറെ വിളിപ്പിക്കും. ആ. എന്നെ ചേർത്താ മതി എന്ന് നിർദ്ദേശിക്കും. പിന്നെന്താ പ്രശ്നം? രേഖകളുണ്ടേ കാണിക്ക്. ഹെഡ് മാസ്റ്റർ തരുമോന്നറിയില്ല. അതെന്താ അയാളെ തന്റെ രേഖകൾ? അതെ, ഹെഡ് മാസ്റ്ററുടെ കസ്റ്റഡിയിൽ സ്കൂളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. സ്കൂളിലോ? അതെ, ഒന്നും വന്നേ. ഏ? ഒന്ന് വന്നേ. അതെ, ഈ രേഖ കിട്ടിയാ ജോലി കിട്ടുമോ? എയോ മറ്റാരെയും ചേർക്കരുതെന്ന് പറഞ്ഞാ മാനേജർ ഒന്ന് പേടിക്കുമല്ലോ. ഹെഡ് മാസ്റ്റർ തരുന്നില്ലല്ലേ? തന്നില്ലേ നമ്മളത് പൊക്കും. എങ്ങനെ? സ്കൂളിന്റെ അകത്തല്ലേ സാധനം ഉള്ളത്? പ്രശ്നമില്ല, നമ്മളത് എങ്ങനെങ്കിലും എടുക്കും.